ഹലോ ഫ്രണ്ട്സ്, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർഷലിൻ്റെ വളരെ തകർപ്പൻ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കിൽബേൺ 2 എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോക്സ് നോക്കണം തന്നെ വളരെ വലിയൊരു ബോക്സാണ്. വളരെ മികച്ചൊരു പാക്കിംഗ് തന്നെയാണ് ഈ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 20+ അവർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്ന് തന്നെയാണ് മാർഷൽ അവകാശപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് മൾട്ടി ഡയറക്ഷണൽ സൗണ്ടാണ് ഇതിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് നോക്കാം. അതായത് മുൻവശത്തുനിന്നും പിൻവശത്തുനിന്നും 2 ഡയറക്ഷനിൽ ഇതിൽ സൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് 5 വേർഷൻ തന്നെയാണ് ഇതിൽ കണക്ടിവിറ്റിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ലേറ്റൻസി കുറയ്ക്കുന്നതിനായിട്ട് APTX കോഡെക് സപ്പോർട്ട് കൂടി ഇതിൽ നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രത്യേകതയായിട്ട് ഇതിൽ കാണിക്കുന്നത് മൾട്ടി ഹോസ്റ്റ് ഫങ്ഷനാലിറ്റി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 പ്ലെയർ ഡിവൈസ് ആയിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 2 ഫോൺസ് ആയിട്ടോ അല്ലെങ്കിൽ 2 ടാബ്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ ഒരു ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ ഇത് തമ്മിൽ മാറി മാറി നമുക്ക് സ്വിച്ച് ചെയ്ത് പ്ലേ ചെയ്യാനും സാധിക്കും. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ആ ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് കുറച്ച് ഹെവിയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പേപ്പർ വർക്കാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് പേപ്പർ വർക്ക് കാണാം. പിന്നീട് കാണുന്നത് ഒരു ലീഗൽ അതുപോലെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ പേപ്പർ വർക്കാണ്. അടുത്തായിട്ട് ഒരു 3-പിൻ പ്ലഗോട് കൂടി ഒരു ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും. GCCയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്ലഗാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 2-പിൻ പ്ലഗോട് കൂടി ഒരു ചാർജിങ് കേബിൾ കാണാം. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. കിൽബേൺ 2 വളരെ ക്ലാസിക് വിൻറ്റേജ് ഡിസൈനിലുള്ള ഒരു സ്പീക്കറാണ്. മാർഷലിൻ്റെ ഐക്കണിക് ഡിസൈനിൽ തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കർ സിസ്റ്റമാണ്. ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റൽ ഗ്രില്ല് കാണാൻ സാധിക്കും. മാർഷലിൻ്റെ ഒരു ലോഗോ എല്ലാം നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതറിൻ്റെ രീതിയിൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബേസ് ഔട്ട് കാണാം. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ ഇൻപുട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് കാണാൻ സാധിക്കുന്ന ഒരു പവർ പോർട്ടാണ്. ഈ പവർ പോർട്ട് കവർ ചെയ്താണ് കാണാൻ സാധിക്കുന്നത്. ഒരു റബ്ബർ ഫ്ലാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്ട്രാപ്പ് കൂടി ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ലെതറിൻ്റെ ഒരു സ്ട്രാപ്പാണ്. താഴെ ഒരു റെഡ് വെൽവെറ്റ് രീതിയിലുള്ള ഒരു ലൈനിങ് അതിന് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കണക്ടിവിറ്റി ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിവൈസായിട്ട് പെയർ ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഡിവൈസസ് തമ്മിൽ സ്വിച്ച് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ 3 നോബ്സ് കാണാം. പഴയ രീതിയിലുള്ള റേഡിയോസിലൊക്കെ ഉള്ള രീതിയിലുള്ള നോബ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് വോളിയം കൺട്രോളോ അല്ലെങ്കിൽ ഓൺ ഓഫിനുള്ളതാണ്. പിന്നീടുള്ള 2 ബേസ് ട്രബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ളതാണ്. ഇതുകൂടാതെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ സിസ്റ്റം ഒരു ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിനായിട്ട് ഓഡിയോ ട്യൂണിങ് അല്ലെങ്കിൽ ഈക്വലൈസർ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ഒന്നും അവൈലബിൾ അല്ല. അതിന് പകരമായിട്ട് നോബ്സ് ഉപയോഗിച്ച് തന്നെ ഓഡിയോ കസ്റ്റമൈസ് ചെയ്യാം. ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ IP റേറ്റിംഗ് തന്നെയാണ്. IPX2 ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്പീക്കറായിട്ടൊന്നും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഔട്ട്ഡോർ യൂസിനെല്ലാം യൂസ് ചെയ്യുന്നതിനായിട്ട് കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് റേറ്റിംഗ് ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ബ്ലൂടൂത്ത് 5 വേർഷൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പെയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സാമ്പിൾ ഓഡിയോ പ്ലേ ചെയ്യാം. നോർമൽ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഹെഡ്സെറ്റിൽ അല്ലെങ്കിൽ സ്പീക്കറിൽ കേൾക്കുമ്പോഴത്തേക്കും സൗണ്ട് അത്ര മികച്ചതാവില്ല. എന്നാൽ ഏകദേശം ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു.
സൗണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൗഡും ക്ലിയറുമായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് കിൽബേൺ 2 നൽകുന്നത്. നല്ല ബേസ് ഉണ്ട്, വളരെ മികച്ച ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ വോളിയൂമിലൊന്നും അങ്ങനെ ഡിസ്റ്റോർഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോസ് റിവോൾവ് പ്ലസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് ഈ ഒരു കിൽബേൺ 2 എന്ന് പറയാൻ സാധിക്കും. ബോസിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിലൊരു മൈക്ക് ഇൻപുട്ട് ഇല്ല, അതാണ് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് ഇതിൽ ക്രോംകാസ്റ്റ് സപ്പോർട്ടോ അതുപോലെ തന്നെ എയർപ്ലേ സപ്പോർട്ടൊന്നും ഇതിൽ നൽകിയിട്ടില്ല. ഈ ഒരു പ്രൈസിന് അതുകൂടി ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മോഡൽ 15+ അവേഴ്സ് തന്നെ ബാറ്ററി ബാക്കപ്പ് നൽകുന്നുണ്ട്. വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് നൽകുന്നത്. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് ഉപയോഗിക്കുന്ന വോളിയം ലെവലിനനുസരിച്ച് വ്യത്യാസപ്പെടും. ബാറ്ററി ഫുൾ ചാർജ് ആകാനായിട്ട് ഏകദേശം 2.5 മണിക്കൂറാണ് എടുക്കുന്നത്. എന്നിരുന്നാലും ക്വിക്ക് ചാർജിങ് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ 20 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 അവർ പ്ലേ ടൈം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ യാതൊരു ഇഷ്യൂസും ഈ ഒരു സ്പീക്കർ സിസ്റ്റത്തിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. വളരെ നല്ല ഡിസ്റ്റൻസിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കണക്ഷൻസ് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. വളരെ നല്ലൊരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് ആ ഒരു കാര്യത്തിലും കിൽബേൺ 2. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. Thank you all.